മലയാളം പോലും അറിയാത്ത മലയാളിയായ ശാലിനി ഉണ്ണികൃഷ്ണൻ നഴ്സിംഗ് പഠിക്കാൻ കാസർഗോഡിലെ ഒരു കോളേജിൽ ചേരുന്നു. ഗീതാഞ്ജലി, നിമ, ആസിഫ എന്നിവരായിരുന്നു അവരുടെ റൂംമേറ്റ്. അവർ നല്ല കൂട്ടുകാരായിരുന്നു. പക്ഷെ ആസിഫയ്ക്ക് രഹസ്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു: മറ്റുള്ളവരെ മതമാറ്റത്തിലേക്ക് പ്രേരിപ്പിക്കുക എന്നത്. ഒരു ദിവസം എല്ലാവരും കൂടി മാളിൽ പോയപ്പോൾ കുറച്ച് ചെക്കന്മാർ ഇവരെ ആക്രമിക്കുന്നു. ഹിജാബ് ധരിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പിന്നീട് ആസിഫ പറയുന്നു. അവരുടെ ഉള്ളിൽ ഭയം വിതറി അവരെ മതപരമായി സ്വാധീനിക്കാൻ അവൾ ശ്രമിക്കുന്നു. ഗീതാഞ്ജലിയും ശാലിനിയും പതിയെ മതപരമായ രീതികൾ പിന്തുടരാൻ തുടങ്ങുന്നു. ഹിജാബ്, മതപാഠങ്ങൾ ഇവയെല്ലാം അവരുടെ ദിനചര്യയാകുന്നു. അവൾ മതം മാറി ഫാത്തിമ എന്ന പേര് സ്വീകരിക്കുന്നു. രമേശ്, അബ്ദുൾ എന്നീ യുവാക്കൾ ശാലിനിയും ഗീതാഞ്ജലിയും പ്രണയക്കെണിയിൽ വീഴ്ത്തുന്നു. ശാലിനി ഗർഭിണിയായപ്പോൾ രമേശ് അവളെ ഉപേക്ഷിച്ചു. തുടർന്ന് ഇഷാഖ് എന്നൊരാൾ അവളെ വിവാഹം കഴിക്കുകയും ഹണിമൂൺ എന്ന വ്യാജേന ശ്രീലങ്ക വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അബ്ദുൾ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ഗീതാഞ്ജലി ആത്മഹത്യ ചെയ്യുന്നു. ക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയായെങ്കിലും അവൾ പോലീസിന് പരാതി നൽകി ഈ മാഫിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. അഫ്ഗാനിസ്ഥാനിലെത്തിയ ശാലിനി അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൂരതകൾ നേരിട്ട് കാണുന്നു. ലിപ്സ്റ്റിക് ഇട്ടതിന് ഒരു സ്ത്രീയുടെ കൈ വെട്ടുന്നതും അവളുടെ ഭർത്താവിനെ കൊല്ലുന്നതും കണ്ട ശാലിനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ശാലിനി ഗർഭിണിയായിരിക്കെ അവൾക്ക് അസഹ്യമായ ജീവിതം അനുഭവിക്കേണ്ടി വരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മറ്റു പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നു. അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അതിർത്തിയിൽ വെച്ച് സൈന്യത്തിന്റെ പിടിയിലായ ശാലിനി ജയിലിലാവുകയും ചെയ്യുന്നു.